കോഴിക്കോട് വിദ്യാർത്ഥിയോട് ലൈംഗികാതിക്രമം നടത്തിയ ഷിൻഡോ തോമസ് ഫിസിയോതെറാപ്പി സെന്റർ നടത്തിയത് ലൈസൻസ് ഇല്ലാതെ. ഷിൻഡോ തോമസിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട ഫിസിയോതെറാപ്പിസ്റ്റ് അസോസിയേഷൻ പോലീസിൽ പരാതി നൽകി. ഷിൻഡോ തോമസിന്റേത് വ്യാജ ഡിപ്ലോമ സർട്ടിഫിക്കറ്റാണെന്ന് അസോസിയേഷൻ നൽകിയ പരാതിയിൽ പറയുന്നു. ഷിൻഡോ തോമസിന്റെ ക്രൂരപീഡനങ്ങൾ മീഡിയ വണ്ണിനോടാണ് പെൺകുട്ടി തുറന്നു പറഞ്ഞത്. വിശദാംശങ്ങൾ നൽകാൻ ഷിത ജേക്കബ് ചേരുന്നുണ്ട്. ഷിത, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ആ കുട്ടി നമ്മളോട് പങ്കുവച്ചത്. ഇപ്പോൾ ഷിൻഡോ തോമസിനെതിരെ നൽകിയിരിക്കുന്ന പരാതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്, എന്തൊക്കെ കണ്ടെത്തലുകളാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്? ജിന, നടക്കാവ് പോലീസാണ് ഷിൻഡോ തോമസിനെതിരെയുള്ള അന്വേഷണം നടത്തുന്നത്. വിദ്യാർത്ഥിയുടെ പരാതിയിൽ അന്വേഷണം നടത്തുന്നത്. ഇന്ന് വിദ്യാർത്ഥി മീഡിയ വണ്ണോടാണ് അതിക്രൂരമായ കട്ടിലിൽ കെട്ടിയിട്ട് ലൈംഗികാതിക്രമം നടത്തിയത് കാര്യങ്ങൾ ഉൾപ്പെടെ മീഡിയ വണ്ണോട് പെൺകുട്ടി വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് കൂടുതൽ ഊർജിതമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഈ ഷിൻഡോ തോമസ് ജാഫർഖാൻ കോളനി റോഡിലുള്ള ഈ ഫിസിയോതെറാപ്പി സെന്റർ പ്രവർത്തിപ്പിച്ചത് ലൈസൻസ് ഇല്ലാതെയാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളിലേക്ക് പോലീസ് പോവുകയും ചെയ്യുന്നുണ്ട്. അതിനൊപ്പമാണ് ഇപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റ് അസോസിയേഷൻ ഷിൻഡോ തോമസിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് നടക്കാവ് പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. ഷിൻഡോ തോമസ് ഫിസിയോതെറാപ്പിസ്റ്റ് അല്ല എന്നുള്ളതാണ് ആ പരാതിയിൽ പറയുന്നത്. വ്യാജ ഡിപ്ലോമയാണ് ഇയാൾക്കുള്ളത്. ഇയാളുടെ വ്യാജമായുള്ള അവകാശവാദം ഉൾപ്പെടെ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഫിസിയോതെറാപ്പിസ്റ്റ് അസോസിയേഷൻ നടക്കാവ് പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഇയാൾ ഇത്തരത്തിലുള്ള അർഹത ഈ ഫിസിയോതെറാപ്പി സെന്റർ നടത്താനുള്ള അർഹതയോ മറ്റൊന്നും തന്നെ ഇയാൾക്കില്ല എന്നത് പോലീസിന്റെ അന്വേഷണത്തിൽ കൂടെ വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. ഇയാളിപ്പോൾ നിലവിൽ റിമാൻഡിലാണ്. കൂടുതൽ നടപടികളിലേക്ക് ഒപ്പം തന്നെ കൂടുതൽ അന്വേഷണങ്ങളിലേക്കും പോലീസ് പോവുകയും ചെയ്യുന്നുണ്ട്. ജിന.